പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാരീച വേഷം കെട്ടി കേരളത്തിൽ വന്ന് മലയാളികളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇന്നലെ പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളമാണ് പറയുന്നത്, അപ്പനും മകളും കൂടി കേരളത്തെ കൊള്ളയടിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് ഈ മാരീചൻ വിളി. എന്തു തോന്നി അത് കേട്ടിട്ട്? ചക്ഷുശ്രവണ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലവേ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ നേടുന്നു. ഇത് എഴുത്തച്ഛൻ രാമായണത്തിലെ വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. അദ്ദേഹം എഴുത്തച്ഛൻ്റെ തത്വചിന്ത മുഴുവൻ കാലസർപ്പത്തിൻ്റെ വായിൽപ്പെട്ട പാമ്പ് ഇളകുന്ന മനസ്സോടെ സുഖങ്ങൾ തേടുന്നു. പാമ്പല്ല, തവള പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ഇര തേടുന്നത് പോലെയാണ് കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിലിരിക്കുന്ന മനുഷ്യൻ ഈ വീണ്ടും വിചാരമില്ലാതെ ഭോഗ സുഖങ്ങൾ തേടിപ്പോകുന്നത്. പിണറായിയെ കുറിച്ചാണോ? അല്ല, പിണറായി വിജയനും രാമായണം ഉദ്ധരിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൻ്റെ സീതയെ മാരീച വേഷം കെട്ടി വരുന്ന മോഡിക്ക് അപഹരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ. കേരളത്തിൻ്റെ സീതയുടെ പേര് വീണ എന്നാണോ? വീണ എന്നാകാം, കേരളത്തിൻ്റെ മാൻഡേറ്റ് എന്നാകാം, കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ എന്നാകാം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, ആറ്റിങ്ങൽ തുടങ്ങിയ തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങളാകാം. ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇന്ന് ക്ഷുഭിതനായി എന്തൊക്കെ ചെയ്താലും സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് സുരേഷ് ഗോപിയുടെ പേരെടുത്ത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. ED കൊണ്ട് എന്ത് ചെയ്യിച്ചാലും, ഞങ്ങളുടെ ഫണ്ട് മുഴുവൻ മരവിപ്പിച്ചാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ED ഇതൊക്കെ ചെയ്യുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് വരുത്തുകയാണ്. അതിനേക്കാൾ എന്നെ ആകർഷിച്ചത് നമ്മുടെ പിണറായി വിജയൻ രാമായണം വായിക്കാൻ തുടങ്ങി. അതെ അതെ, ഇത് അദ്ദേഹം വായിച്ചതാണോ പ്രഭാവർമ്മ വായിച്ചതാണോ? പ്രഭാവർമ്മ വായിച്ചതായിരിക്കും. കാരണം അതിനകത്ത് തുടർന്ന് അതിലെ സെൻറ്റൻസ് കുന്നംകുളത്തെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നാരായണ ഗുരുവിനെ അനുസ്മരിച്ച വളരെ നന്നായി. അദ്ദേഹം ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരിലെ പ്രമുഖനായ ഒരാളാണ്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ മാരീച വേഷം കെട്ടി സീതയെ അപഹരിക്കാൻ വരുന്നത് പോലെയാണ് എന്നാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. അപ്പോൾ പ്രധാനമന്ത്രിയെ ഒരു രാവണ രാക്ഷസനായിട്ടാണ് കാണുന്നത്, ശ്രീലങ്കയുടെ അധിപനായിട്ട്. രാക്ഷസനാണ് ആണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എഴുത്തച്ഛൻ്റെ മറ്റൊരു ശ്ലോകം ആദ്യം ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത് ഉദ്ധരിക്കാനാണ് തോന്നിയത്. പിണറായി വിജയനെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഈ രാമായണം കൊണ്ട് മറുപടി പറഞ്ഞാൽ അദ്ദേഹത്തെ നുണയനെന്ന് വിളിച്ചതിന് ഉത്തരമാകുമോ? ഇല്ല. മാത്രമല്ല, തൃശ്ശൂരിൽ മകളുടെ മാസപ്പടിയെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ തന്നെ അദ്ദേഹം മൈക്ക് ഓഫാക്കി. മൈക്ക് ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു വാർത്ത കിട്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ള വാർത്ത ഇതാ. എൻ്റെ മൈക്ക് തുടർച്ചയായിട്ട് മൈക്കിന് പിണറായിയെ കണ്ടുവിടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് വീണ്ടും വാർത്തയാക്കി ആയിക്കോളൂ, മറ്റേ മാസപ്പടിയൊക്കെ പോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇങ്ങനെ അന്യാപദേശ രീതിയിൽ പെരുമാറുന്ന, മറ്റൊന്നായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്. ഇയാളിനുള്ള മറുപടിയാണ് എഴുത്തച്ഛൻ്റെ ശ്ലോകം. കാരണം കാലസർപ്പത്തിൻ്റെ വായിലിരിക്കുകയാണ് ഈ ഭോഗലാലസ്യനായ മുഖ്യൻ. അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണെന്ന് അദ്ദേഹത്തിനറിയില്ല, പക്ഷേ ലോകർക്കറിയാം. ഇതാണ്. പക്ഷേ നമ്മൾ പ്രധാനമന്ത്രി അദ്ദേഹത്തെ നുണയനെന്നാണ് വിളിച്ചത്. സത്യസന്ധതയില്ലാത്ത സംസാരിക്കുന്ന ആളിനെയാണ് നമ്മൾ നുണയനെന്നും കള്ളനെന്നും ഒക്കെ പറയുന്നത്. കള്ളം പറയുന്ന ആൾ, സത്യം പറയാതിരിക്കുന്ന ആൾ. സത്യധർമാദികൾ വെടിഞ്ഞിടുന്ന മനുഷ്യനെ ക്രൂധനാം സർപ്പത്തേക്കാൾ ഏറെയും വെറുക്കണം എന്നും എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത്, പിണറായി വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വല്ലാത്ത ഭയം ഗ്രസിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും പിന്നെ ഈ പറയുന്ന എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ പിണറായിയെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകൾ ആലോചിക്കണം, അദ്ദേഹം ഒരു പിതാവും കൂടിയാണ്.
സ്വന്തം മകളുടെ അവസ്ഥ. അത് വലിയ കുടുംബത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നമില്ല. പിണറായിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു എന്ന് പാർട്ടി പറയുന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ കുടുംബത്തെയും, കേരളത്തിൽ എത്രയോ പാർട്ടികളുണ്ട്, എത്രയോ നേതാക്കന്മാർ, ആരുടെയും കുടുംബം ഇത്രയും വലിയ വ്യഥയിൽ വെന്തു നീറുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിയാണ്, CPM-ൻ്റെ ഒരുക്ക് മനസ്സുള്ള നേതാവാണെന്നുള്ള ഒരു പരിവേഷമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു അച്ഛനാണ്. മകൾക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുക, സുപ്രീം കോടതി കേസ് കൊടുത്തിട്ട് ആ കേസ് അർജൻസി ഒന്നുമില്ല എന്ന് 20-ാം തീയതിയോ 28-നോ 29-നോ പരിഗണിക്കാമെന്ന് പറഞ്ഞ് അലക്ഷ്യമായി മാറ്റി. കവിതയ്ക്ക് വീണ്ടും അറസ്റ്റായി, വീണ്ടും ജയിലിലാണ്. അപ്പോൾ പുത്രീ വാത്സല്യം കൊണ്ട് പലപ്പോഴും അന്ധനാവുന്ന പിതാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെയാവാം ഒരുപക്ഷെ പിണറായി. എങ്ങനെ സഹിക്കും? ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയും ജയിലിലാണ്. എങ്ങനെ സഹിക്കും? അല്ല, ഇത് സഹനത്തിൻ്റെ പ്രശ്നമല്ല. പൊതുജീവിതത്തിൽ വരുന്ന ആളുകൾക്ക് പൊതുജീവിതം മാറ്റിവെക്കും സാർ, വ്യക്തിജീവിതം. അദ്ദേഹം വലിയ സമ്മർദ്ദങ്ങളിൽ ഉണ്ടാവും പിണറായിക്ക്. തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹം ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം നേരിടുന്ന ദൈനംദിന പ്രയാസങ്ങൾ വളരെ, നമ്മളാരും അത് ആലോചിക്കുന്നില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് കരുണയും ദൈവം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ക്ഷോഭത്തിനും ഒക്കെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു 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 വ്യത്യാസം എങ്ങനെയൊക്കെ കടിച്ചു. നമ്മൾ റിപ്പൻറ്റ് ചെയ്യുന്ന അനുതാപമുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് കഴിഞ്ഞകാല സംഭവങ്ങളൊന്നും നമ്മളോട് പറയുന്നില്ല. കാരണം ഒരാൾ പാർട്ടിക്കാരാൽ 51 വെട്ടേറ്റ് മരിച്ച ഇപ്പോഴദ്ദേഹം പറഞ്ഞത് കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയാണെന്നാണ്. അപ്പോൾ കുലംകുത്തി എന്ന് അയാൾ ജീവിച്ചിരുന്നപ്പോൾ വിശേഷിപ്പിച്ച അദ്ദേഹമാണ്. അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നില്ല. അല്ല, റിപ്പൻറ്റൻസി സാമാന്യ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് വെറുപ്പുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും, അതേപ്പറ്റി പ്രതികരിക്കില്ല. പക്ഷെ അപ്പോഴും നമുക്ക് അനുതാപം. പക്ഷേ പിണറായിയുടെ രാഷ്ട്രീയ സത്യസന്ധത ആയിക്കോട്ടെ. അല്ല, അത് മനുഷ്യൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വിചിത്രമായൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ അനുതാപം ഇല്ലായ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. റിപ്പൻറ്റൻസ്. പക്ഷേ അത് ആ അനുതാപമില്ലായ്മ സ്വന്തം മകളോട് കാണിക്കാൻ പറ്റുമോ? ഇല്ല, മകൾ എന്നൊക്കെ പറയുന്നതിനെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്കറിയില്ല. മകള് ഒരു മറ്റൊരാൾ, വേറൊരു വ്യക്തി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കുടുംബാംഗങ്ങളെ പറ്റി പറയരുതെന്ന് പറഞ്ഞു. തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നു. നിയമസഭയിൽ ആവർത്തിച്ച് പറയുന്നു. ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന മാത്യൂസിനെ അടിക്കടി റെയ്ഡ് നടത്തി ഹരാസ് ചെയ്യുന്നു. അല്ല, മാത്യു കുഴൽനാടൻ്റെ കാര്യത്തിൽ പിണറായി സഭയിൽ പറഞ്ഞ കള്ളമാണെന്ന് പിന്നീട് തെളിഞ്ഞു. അതെ, റെക്കോർഡ്സ് മുഖ്യമന്ത്രി പറയുന്ന പോലെയല്ല, രേഖകളൊന്നും അങ്ങനെയല്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ പിന്നെ ഇദ്ദേഹം പിടിക്കപ്പെടാതെ പോകുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തോട് എന്തോ ഒരു ദീനാനുകമ്പ കാണിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എന്നായിരുന്നു. ഇന്നലെ കൊണ്ട് അത് പോയി. ഇന്നലെ പൊതുവേദിയിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ നുണയനെന്ന് വിളിച്ചതോടുകൂടി ഈ പ്രശ്നം. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തായാലും വീണയ്ക്ക് സമൻസ് പോകും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണോ തിരഞ്ഞെടുപ്പിന് മുമ്പ് സമൻസ് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് മുമ്പിന് പോയെന്ന് വരാം. ഏതായാലും ഒരു ചോദ്യം ചെയ്യൽ വോട്ടെടുപ്പിന് ശേഷമെങ്കിലും ഉണ്ടാവും. അത് തീർച്ചയായും. കാരണം ഇഡിക്ക് ഇത്തിരി വേഗം കൂടിയിട്ടുണ്ട്. ഇഡി ഇന്നലെ ഇപ്പോൾ കരുവന്നൂരിലെ പൈസ തിരിച്ചു കൊടുക്കുന്ന കാര്യം മോദി അത് പറഞ്ഞു. നമ്മുടെ ആലത്തൂരെ സ്ഥാനാർത്ഥി പ്രൊഫസർ സരസുവിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ പണം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇന്നലെ ആലത്തൂരിൽ മോദി പ്രസംഗിച്ചത് 17,000 കോടി രൂപ ഇങ്ങനെ പിടിച്ചെടുത്തത് ഇതിനകം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലും കരുവന്നൂരിലും ഇതിൻ്റെ സാധ്യത അന്വേഷിക്കുമെന്ന് പറഞ്ഞു. 90 കോടി രൂപയാണ് കരുവന്നൂർ ഇഡി സീസ് ചെയ്തിട്ടുള്ളത്. അത് കൊടുക്കാൻ തയ്യാറാണ്. അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഡി ഇന്നലെ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. അപ്പോൾ തന്നെ PMLA ഓർഡറും വന്നു. അതിവേഗം നടന്നു. അപ്പോൾ തൃശ്ശൂരുകാരപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വെറും വാക്കൊന്നുമല്ല, മിന്നൽ വേഗത്തിൽ. അതെ, അത് കഴിഞ്ഞ ദിവസം നമ്മളൊരിക്കലും പറഞ്ഞില്ലേ, എന്താണ് മോഡിയുടെ ഏറ്റവും വലിയ പെക്യൂലിയാറിറ്റി? ക്വിക്ക്നെസ്സാണ്. അതെ, അഡ്മിനിസ്ട്രേഷനിലെ നടപടികളെല്ലാം വളരെ വേഗത്തിലാണ്. അല്ല, ഈ ജപ്തി ചെയ്യപ്പെടുന്ന വസ്തുവകകൾ വിറ്റ് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന പണം ഇരകൾക്ക് കൊടുക്കുന്നത് ഒരുപാട് നൂലാമാലകളിലൂടെ കടന്നു പോകണമായിരുന്നു. പക്ഷേ അതാണ് അതിവേഗത്തിൽ നീങ്ങാൻ പോകുന്ന. കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത് അതിൻ്റെ ഉത്തരവും വരുന്നു എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ അറിഞ്ഞാലും അതിനെ ഒരു വാർത്തയാക്കാൻ അവർക്ക് താല്പര്യമില്ല. അതെ, മോഡി മെച്ചമാണ്, ജനങ്ങൾ അദ്ദേഹത്തിന് ഇമേജ് ഉയരുമെന്ന് കണ്ടാൽ പിന്നെ ആ ഭാഗം മിണ്ടാതിരിക്കുക എന്നതാണ് പൊതുമാധ്യമ ധർമ്മം. അതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ആ തരം വാർത്തകളൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി കരുവന്നൂരിൻ്റെ കാര്യത്തിൽ
യാഥാർത്ഥ്യമായി. അതെ, തീർച്ചയായും. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിലപ്പോൾ ഇലക്ഷൻ ഈ പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അതിനു മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ ഈ 90 കോടി ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് 300 കോടി നഷ്ടപ്പെട്ടവർക്ക് 90 കോടി കിട്ടാൻ പോവുകയാണ്. അത് മോഡി ഗ്യാരണ്ടിയാണ്. അതെ. കേസിനെയും നീങ്ങുകയാണ്, കേസ് തുടരുകയാണ്. ഒരുപക്ഷെ CPM-ന്റെ ആസ്ഥാനം പോലും ചിലപ്പം ഇടി കൊണ്ടുപോയി CC പിടിച്ചെടുത്തു. കാരണം കരുവന്നൂരുമായിട്ട് ബന്ധമുള്ള നേതാക്കൾ പലരും നോട്ടപ്പുള്ളികളാണ്. അവരുടെ പാർട്ടി ഫണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫണ്ട് ഒക്കെ വന്ന വഴി കൃത്യമായി ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ചിലപ്പോൾ പൊതുപണമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അതും ജനങ്ങൾക്ക് വീതിച്ച് കിട്ടാം. ഏതായാലും ഒരു വലിയ മാറ്റമാണ്. ഇപ്പോൾ കേസുകൾ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഹിമാലയ ചിറ്റ്സിൻ്റെ കേസ്, അതിൽ നിക്ഷേപകരുടെ പൈസയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഹൈക്കോടതി ഒരു റിസീവറെ വെച്ച് എത്ര കാലമെടുത്തിട്ടാണ് ആ പൈസയുടെ ചെറിയ ഭാഗം പോലും കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് അതിവേഗത്തിൽ പ്രോംപ്റ്റ് ആക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു നടപടി ഉണ്ടാവുകയും ഇരകൾക്ക് അവരുടെ പണം പെട്ടെന്ന് കിട്ടുകയും ചെയ്താൽ അത് രാജ്യത്ത് തന്നെ ഈ തട്ടിപ്പ് കേസുകളിൽ ഒരു വലിയ മാറ്റമാണ്. തീർച്ചയായിട്ടും നീതി വൈകാതെ കിട്ടും. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അഴിമതിക്കാർക്ക് ഉറക്കം നഷ്ടപ്പെടും. അതിൽ ആരൊക്കെ വരും എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുന്നതിനാൽ ഏതായാലും മുഖ്യമന്ത്രി ഉറങ്ങാത്ത ദിനങ്ങളാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എതിരാവുകയോട് ചെയ്താൽ വല്ലാത്തൊരു പതനത്തിലേക്കാണ് CPM-ഉം പിണറായി വിജയനും വീഴാൻ പോകുന്നത് എന്ന് തോന്നുന്നു. ജൂൺ 4-ാം തീയതിക്ക് ശേഷം എന്ത് സംഭവിക്കാം. നമുക്ക് എന്തായാലും നമ്മൾ വിധികർത്താക്കളല്ല, ജനങ്ങളാണ് വിധിയെഴുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.